ഇറങ്ങി ഇങ്ങനെ ഇറങ്ങില്ല പോവാ ഇങ്ങനെ അടുത്ത ഡ്രാമായിക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് ഇങ്ങനെ മാസ്കൊക്കെ വെച്ച് ഇന്ന് മാസ്ക് ഇല്ല പോവാ ഇന്ന് മാസ്ക് ഇല്ലാതാ പോകുന്നത് പോവാ എന്നൊക്കെ ആരൊക്കെ ഒന്ന് ആവണമെന്നൊക്കെയുള്ള ഉദ്ദേശം ഇവിടെ കയറി ഭരിക്കണമെന്നും ഒക്കെ പരസ്യമായിട്ടാണ് സോമരാജൻ പറഞ്ഞത്. സദാനന്ദ മന്ത്രി സോമരാജൻ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയത്. എല്ലാവരും ചിരിക്കുകയായിരുന്നു. എൻ്റെ മോനെ നമ്മൾ ഭർത്താവാക്കി വെച്ചുകൊണ്ടിരുന്നു പോലും തോന്നിയാസം പറയുന്നവൻ എൻ്റെ മോനെ ഭർത്താവാക്കിയെന്ന് ഈ വഴി കൂടെ പോകുന്നവന്മാരല്ല എൻ്റെ ഭർത്താവല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി കൂടെ പോകുന്നവന്മാരല്ല എൻ്റെ ഭർത്താവാണ് പോലും. എന്തൊരു അതിശയമാണ്. നിങ്ങൾ കണ്ടോ ഇത്രയും നാൾ ഇത്രയും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് CCTV ഫൂട്ടേജസ്. ആളുകൾ കാണുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. CCTV ഫുൾ ഫൂട്ടേജസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതവൻ ഇവിടെ ഭർത്താവായിട്ട് വരുന്നതെന്ന് എനിക്കൊന്ന് തെളിയിക്കണം. ഇവന്മാർ കുറേ ഇൻഷുറൻസ് ലൂട്ടേഴ്സ് നടക്കുക. കള്ള കുടുംബം ഇങ്ങനെ ഇതും കൊണ്ട് തിന്ന് ജീവിക്കുക. മറ്റുള്ളവരെ ബലി കൊടുത്തും മറ്റുള്ളവരെ കൊന്നും കൊലവിളിച്ചും നടക്കുക. ഇങ്ങനെ കുറേ കൊലയാളികൾ. ജോളിമോടെ കൂട്ടൊരു പ്രീതായസ് പണിക്കറും രത്നമ്മാവിക്കയും ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇങ്ങനെ ഇവളുമാരുടെ കുടുംബത്ത് ഇവിടെയൊക്കെ കുടുംബത്ത് കുറേ എണ്ണം ഇങ്ങനെ ഇൻഷുറൻസ് ഒരു ഇവളുടെ ഒരു അനിയത്തി എന്ന് പറഞ്ഞൊരു ഒരു ശാന്തയെന്ന് പറയുന്ന അവിടെ മോനൊരു 500 ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിക്കണം. ഒരു 500 ആക്സിഡൻ്റാണ് ഉണ്ടായത്. ബൈക്ക് ആക്സിഡൻറ്റ്, പിന്നെ ആദ്യം കാല് ശരിയാക്കി അവൻ എങ്ങാണ്ട് ഒന്ന് വീണ് പോകും. ആഞ്ഞിലിയുടെ മണ്ടയ്ക്ക് ഒന്ന് ഏതാണ്ട് പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാല് വളർത്തി അത് കഴിഞ്ഞ് പിന്നെ ബൈക്കും കാറും കൂടെ കൂട്ടിയിടിച്ച് ആക്സിഡൻറ്റ്. ഇവരുടെ ആക്സിഡൻറ്റുകൾക്കെല്ലാം ഇൻഷുറൻസ് ക്ലെയിം ഇല്ലാത്ത കാറുകളും വണ്ടികളും ഒക്കെയായി ഇടിക്കുന്നത് ഇങ്ങനെയുള്ളവരെ. അതെന്തുവാണെന്ന് അറിയത്തില്ല. ഗുട്ടൻസ് ഇൻഷുറൻസ് ക്ലെയിം ഇല്ലാത്ത വണ്ടികളാണ് ഇങ്ങനെയുള്ള കള്ളരെ ഇടിക്കുന്നത് മുഴുവൻ. അതെന്തുവാണെന്ന് അറിയത്തില്ല. അതിൻ്റെ രഹസ്യം എന്തുവാണെന്ന് അറിയത്തില്ല. ഇൻഷുറൻസ് ക്ലെയിം ഇല്ലാത്ത വണ്ടികളാണ് ഇവന്മാരെ ഇടിക്കുന്നത്. ഇവനെയും അതുപോലെ പിന്നെ പ്രവീണെന്ന അവൻ്റെ പേര്, ശാന്തയെന്നും പറയുന്നവളുടെ മോൻ്റെ പേര്. പിന്നൊരു ഓൾട്ടോ ഉണ്ടായിരുന്നു, അതിടിച്ച്. അതിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പോലീസ് ജീപ്പ് പിടിച്ച് അങ്ങനെ പല ഇതാണ് ഇപ്പം പിന്നെ ആക്സിഡൻ്റൊക്കെ മാറി ഇപ്പം ഹാർട്ട് അറ്റാക്കിലോട്ടായിരിക്കുക ഇങ്ങനെ. പിന്നെ ശാന്തയെന്ന് പറയുന്നവൾ ടോട്ടൽ നീ ട്രാൻസ്പ്ലാന്റ് അങ്ങനെ ഒന്നും വേണ്ട. എന്നിട്ട് നമ്മളെ നോക്കുന്നത് കാണണം. ഇങ്ങനെ നമ്മളിങ്ങനെ അവളുടെ കാലയിലോട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണണം. നമ്മുടെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കുകയാണ്. കള്ളത്തരത്തിലൂടെ കണ്ണ് പോകുന്നത് കാണണം. അന്നേരം ഇങ്ങനെ കട്ട് മോട്ടിച്ച് നടക്കുക ഇവളുമാർ. നമ്മളെ വെച്ച് കഥയുണ്ടാക്കുന്നു. നമ്മളെ വെച്ച് കഥയൊന്നും ഉണ്ടാക്കണ്ട. നമ്മളെ വെച്ച് അനാവശ്യ കഥകളൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ വളരെ മിതമായിട്ട് കഴിക്കുന്ന ആളാണ്. എവിടെ പോയാലും ഇന്നലെ അവിടെ എല്ലാം കണ്ടിട്ടുണ്ട്. കഞ്ഞി ഒരു തവിയുടെ കാൽഭാഗമേ നമ്മൾ കഞ്ഞി വാങ്ങിച്ചിട്ടുള്ളൂ. അല്ല ഒത്തിരിയൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ലൊന്നും. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ അറിയാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ അസുഖങ്ങൾ വരാനും വേണ്ടിയിട്ടുള്ളതൊന്നും കഴിക്കുന്നില്ല. വലിയ ഫാസ്റ്റ് ഫുഡും ഒന്നും ഞങ്ങൾ കഴിക്കുന്നില്ല. സാധാരണ കഞ്ഞിയും ചോറ് കഴിക്കുന്നത്. ഫാസ്റ്റ് ഫുഡിലൊന്നും കഴിക്കുന്നില്ല. ഫാസ്റ്റ് ഫുഡൊന്നും ഞങ്ങൾ കഴിക്കാറേ ഇല്ല. മനസ്സിലായില്ലയോ? ഫാസ്റ്റ് ഫുഡും ബേക്കറിയും ഒന്നും കഴിക്കുന്നില്ല. ബേക്കറിയൊക്കെ ഇവിടെ ഒത്തിരി ഇങ്ങനെ വാങ്ങിക്കുമായിരുന്നു. രത്നമ്മ എല്ലാം പൊതിഞ്ഞ് കെട്ടിയും കൊണ്ടുപോയതേ ഉള്ളൂ പ്രീതായസ് പണിക്കറുടെ മക്കൾക്ക്. പ്രീതായസ് പണിക്കർ 4 പേരുടെ ചോറ് കൊണ്ടും ഇതുപോലെ അവിടെ ഇളയ മോളതും എല്ലാം വലിച്ചു വാരി തിന്നും. നമുക്ക് ഹാർട്ട് അറ്റാക്കും ക്യാൻസറും ഒന്നും വരുന്നില്ലയോ? അവർക്കൊക്കെ കൊണ്ടുപോയി ഹാർട്ട് അറ്റാക്കും ക്യാൻസറും ഒക്കെ വരുത്തി കൊണ്ടുവന്ന് ഇടാൻ പറ. എനിക്കിടാൻ നോക്കാതെ. നമ്മളിതുപോലെ ഇങ്ങനത്തെ ഒന്നും അതുപോലെ രത്നമ്മയെന്ന് പറയുന്നവർ ഇഷ്ടംപോലെ കുഴലപ്പോൾ രാവിലെയും വൈകിട്ടും എല്ലാം തിന്നും ഇതാക്കുന്നത്. ഇത്രയും പ്രായമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരുന്നില്ല. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴും ഹാർട്ട് അറ്റാക്കും മറ്റേതും മറിച്ച് നമ്മുടെ മൂക്കിനകത്തോട്ട് കാർബൺ മോണോക്സൈഡൊക്കെ പോയിസണിങ് നടത്താനായിട്ട് നമ്മുടെ മൂക്കിനകത്തോട്ട് അടിക്കുന്നത് ഉള്ള പുകയല്ല. ഞാൻ രാവിലെ കാണിച്ചു തന്നു പുകയും. ഇങ്ങനെ പുകയിടുക നമ്മളെ പല രീതിയിലാണ് നമ്മളെ അപായപ്പെടുത്താൻ നോക്കുന്നത്. പല രീതിയിൽ, ഒരു രീതിയിലല്ല.